സോ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇപ്പം നമ്മൾ ഗ്രാവിറ്റി അല്ലേ, ഗ്രാവിറ്റേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇവിടെ ഒരു സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി അല്ലെങ്കിൽ പ്ലാനറ്റ്സുകൾ കൃത്യമായ ഓർബിറ്റുകളിലൂടെയാണ് മൂവ് ചെയ്യണേ അല്ലേ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്ന് പറഞ്ഞിങ്ങനെ എല്ലാം കൃത്യമായ പ്ലാനറ്റ്സുകളെല്ലാം കൃത്യമായ വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അല്ലെ ഇപ്പം ഞാൻ വേറൊരു പ്ലാനറ്റിനെ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടെന്ന് നോക്കുക, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാനറ്റിനെ. നമ്മളിങ്ങനെ പലതരം പ്ലാനറ്റുകളെ വിക്ഷേപിച്ചെന്നൊക്കെ കേൾക്കുമല്ലോ. ഇതുമെല്ലാം ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ എന്നാ പറ്റും, ഇതെല്ലാം തമ്മിൽ കൂട്ടിയിടിക്കും. ശരിയല്ലേ? അപ്പം ഇൻ ദ സോളാർ സിസ്റ്റം the earth and other planets move around the sun in a closed path, and that path is called orbital, and the velocity in the orbital is called orbital velocity. ശരിയല്ലേ? All the planets around the sun moves in a closed path. ഇവിടെ തുറന്നിരുന്നിട്ട് പോയിച്ചങ്ങ് തെറിച്ചു പോവല്ല. ഇറ്റ്സ് മൂവ് ഇൻ എ ക്ലോസ്ഡ് പാത്ത്. ഇനി നമുക്കൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ഇതിപ്പം എർത്ത് ആണെങ്കിൽ ഭൂമിക്ക് ചുറ്റും എങ്ങനെയുണ്ട്, ഇതുപോലെ തന്നെ എന്തുണ്ട്, അതർ ഓർബിറ്റലുകളുണ്ട്. അപ്പം നമ്മൾ വിടുന്ന, ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വിടുന്ന സാറ്റലൈറ്റുകളാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റലുകളിൽ കറങ്ങും. അപ്പം സൂര്യന് ചുറ്റും ഓർബിറ്റലുണ്ട്, അതുപോലെ തന്നെ എല്ലാ പ്ലാനറ്റിന് ചുറ്റും ഓർബിറ്റലുകളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പ്ലാനറ്റ് ഈ ഓർബിറ്റിലൂടെ കൃത്യമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിനെ അകത്തേക്ക് വലിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സും പുറത്തേക്ക് വലിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സും തുല്യമാകണ്ടേ? ദ ഫോഴ്സ് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഫോഴ്സ് ടു ദ ഔട്ട്വേർഡ്സ് ഡയറക്ഷൻ. ഇൻവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ അകത്തേക്കുള്ള ഫോഴ്സ് ഏതാണ്? സൂര്യനും ഈ പ്ലാനറ്റ് ഭൂമിയാണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫിന്റെ ഇക്വേഷൻ എന്നാണ്? എഫ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ശരിയല്ലേ കാർത്തി? M1 M2 പകരം ഇവിടെ മാസ് കൂടിയത് സൂര്യനാണെങ്കിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സൂര്യന്റെ മാസ്, എം എന്ന് പറയുന്നത് ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റിന്റെ മാസ്, ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റൽ ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്. അപ്പം അകത്തേക്കുള്ള ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? ജി എം എം ബൈ ആർ സ്ക്വയർ. പുറത്തേക്കുള്ള ഫോഴ്സ് ഏതായിരിക്കും? പുറത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏതായിരിക്കും? പുറത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഏതാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ എന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് ആ ഓർബിറ്റലിന്റെ വെലോസിറ്റിനെ ഞാൻ വി ഒ എന്നെടുത്തു. വി ഒ ഈസ് ദ ഓർബിറ്റൽ വെലോസിറ്റി then mv square by r is the centripetal force. ഇനി നോക്കിയേ, ഇവിടെ ചെറിയ എം കറങ്ങുന്നതിന്റെ മാസ്. അപ്പം ഈ എമ്മും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? ജി എം ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ ബൈ ആർ. ശരിയല്ലേ?
V0 square is equal to GM R divided by R square. ഇവിടെ ഈ ആറും ചെറിയ ആറും വലിയ ആറും ഒന്ന് തന്നെയല്ലേ? ആർ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? എം ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റേഡിയസ്, ഇതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. അപ്പൊ ആറും ആറും ഈക്വൽ ആണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തെ ഈ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ഒരു ആറ് കൊണ്ട് വെട്ടിക്കളയാം. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു GM by R. That is equal to V0 square. Therefore, the orbital velocity of any planet around the sun is equal to square root of gravitational force constant into mass of the sun divided by radius or R. ഇനി നമുക്ക് ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ കാർത്തി? G is equal to GM by R square അല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം GM എന്ന് പറയുന്നതിന് ഇതിനകത്ത് എങ്ങനെ എടുക്കാം? GM is equal to GR square എന്ന് എടുക്കാം. അപ്പൊ ഈ GM-ന് പകരം ഇപ്പൊ കിട്ടിയ GM അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാവും ഇക്വേഷൻ? V0 is equal to square root of GR square divided by R. That is equal to, വീണ്ടും മുകളിലും താഴെ ഓരോ R ഉണ്ട്. Can cancel this to R. Then V0 is equal to square root of GR. ഇത്രയേ ഉള്ളൂ. Radius of the orbital into the gravitational force G. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 meter per second square. If in the case of ഏതാണ്? എന്നതാ? എർത്ത് അല്ലേ? എർത്തിന്റെ കേസിലല്ലേ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദ കേസ് ഓഫ് അപ്പം ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പം V is equal to or V0 is equal to root of GR എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ 9.8 ആണ്. ഇനി വേറെ ഒരെണ്ണത്തിന് ഏതിലാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചന്ദ്രന് ചുറ്റും കറങ്ങുവാണെങ്കിൽ ചന്ദ്രന്റെ ജി എന്ന് പറയുന്നത് നമ്മുടെ ജീനേക്കാളും കുറവാണ്. മനസ്സിലായോ? ഓരോ പ്ലാനറ്റിന് ചുറ്റും കറങ്ങുന്നതനുസരിച്ച് ആ പ്ലാനറ്റിലേക്കുള്ള ദൂരം R, ആ പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് G, അത് ഗുണിച്ചിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. G is equal to 9.8 meter per second square in the case of Earth. മനസ്സിലായ ഒരു ചെറിയ ഡെറിവേഷൻ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ഒരെണ്ണം കണ്ടുപിടിച്ചായിരുന്നു. എസ്കേപ്പിംഗ് വെലോസിറ്റി V എസ്കേപ്പിംഗ് is equal to root of 2GR എന്നായിരുന്നു. ഇത് ഓർബിറ്റൽ വെലോസിറ്റി VO is equal to root of GR. അവിടെ എന്ന് പറഞ്ഞാൽ ഈ MV square by R പകരം ഹാഫ് MV square എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെയ്തു വന്നായിരുന്നു, കഴിഞ്ഞ ദിവസമായി ഡിറൈവ് ചെയ്ത് വന്നായിരുന്നു. ഇത് രണ്ടും തമ്മിൽ തെറ്റിച്ച് കളയും. എസ്കേപ്പിംഗ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ്. ഇനി ഭൂമിയുടെ കേസിലാണെങ്കിൽ ദാറ്റ് റൊട്ടേറ്റ് around the earth in a closed path with a constant velocity, and that velocity is called the orbital velocity. In the case of earth, the orbital velocity is equal to root of GR, where G is equal to 9.8 meter per second square. Clear ആയോ? അപ്പം നമ്മൾ ഭൂമിക്ക് ചുറ്റും actually let's consider our earth. രണ്ട് തരം സാറ്റലൈറ്റുകളാണ് ഭൂമിക്ക് ചുറ്റും നമ്മൾ കറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആദ്യത്തതിന്റെ പേരാണ് പോളാർ സാറ്റലൈറ്റ്സ്.
പോളാർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? പോൾസ് എന്ന് പറഞ്ഞ ഏതൊക്കെയാ? നോർത്ത് പോളും സൗത്ത് പോൾ. അപ്പൊ ഇങ്ങനെ ഭൂമി ഇരിക്കുവാണെങ്കിൽ ഭൂമിയുടെ നോർത്ത് എവിടെയാ? മുകളിലാണോ താഴെയാണോ? ഈസ്റ്റ് എവിടെയാ? വെസ്റ്റ് എവിടെയാ? ഇതാണ് നമ്മുടെ നോർത്ത് അല്ലെ? നമ്മൾ സൗത്ത് ഇന്ത്യക്കാരല്ലേ? കേരള ഇവിടെ വരും. ഇന്ത്യ വെച്ച് നോക്കിയാൽ നോർത്ത് സൗത്ത്. നമ്മളുടെ ബംഗാളിന്റെ പേരെന്നാണ്? പശ്ചിമ ബംഗാൾ എന്നല്ലേ വെസ്റ്റ് ബംഗാൾ എന്നല്ലേ? വെസ്റ്റ് ബംഗാൾ കിടക്കുന്നത് ഈസ്റ്റിലാണ്. കാരണം ബംഗ്ലാദേശിന്റെ വെസ്റ്റ് ആയിരുന്നു, അതിങ്ങ് മാറിപ്പോ ഈസ്റ്റ്. ഇതാണ് വെസ്റ്റ്. എന്നാൽ പോളാർ സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ആദ്യത്തെ പോയിന്റ് എങ്ങനെയാണ് കറങ്ങുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കറങ്ങും. ഏകദേശം 52,000 കിലോമീറ്റർ മുകളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ റൊട്ടേഷൻ സ്പീഡ് ഭൂമിക്ക് തുല്യമല്ല. 16 തവണ 16 ടൈംസ്. അത് ഓരോന്നിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് റൊട്ടേറ്റ് 16 ടൈംസ് പെർ ഡേ around the earth. അപ്പൊ നമുക്ക് നോക്കിയേ, ഭൂമിക്ക് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയാലേ? We can study about all area around the earth. അപ്പൊ ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റിന്റെ പേരാണ് ഏതാ? പോളാർ സാറ്റലൈറ്റ്. പോൾ എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഡയറക്ഷനിലാണ് ഇത് കറങ്ങുന്നത്. ഇത് ഏകദേശം ആൾട്ടിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞത്. ഉയരത്തിന് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഏകദേശം മോർ ദാൻ 50,000 കിലോമീറ്റർ മുകളിലൂടെയാണ് കറങ്ങുന്നത്. ഇത് ഭൂമിയുടെ അതേ സ്പീഡിലല്ല കറങ്ങുന്നത്. പല പ്രാവശ്യം കറങ്ങി പോകുന്നതിനാൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയും ചിലപ്പം കറങ്ങി പോകും. അമേരിക്കയിലെ വിവരങ്ങൾ, ഇന്ത്യയുടെ വിവരങ്ങൾ, പല സ്ഥലത്തെ വിവരങ്ങൾ ഇതുകൊണ്ട് എല്ലായിടത്തു നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അടുത്ത സാറ്റലൈറ്റിന്റെ പേരാണ് ജിയോ സ്റ്റേഷനറി. ഓർ അതിന് വേറൊരു പേരോടെ ഉണ്ട്, അതാണ് ചിലപ്പോൾ ചോദിക്കാറ്, ജിയോ സിങ്ക്രോണസ്. ജിയോ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നായിരിക്കും? ഇപ്പൊ നമ്മൾ ഇന്ത്യയെ കുറിച്ച് മാത്രം നമ്മുടെ രാജ്യം പിടിയല്ലേ. അതായത് ഇപ്പൊ ഇവിടെയാണ് ഇന്ത്യ ഇരിക്കണേന്ന് നോക്കുക, ഇത്ര ഏരിയ. അപ്പൊ ഇന്ത്യയെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ഇത് കറങ്ങുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ കൃത്യം വെലോസിറ്റിയിൽ ഫിക്സ് ചെയ്യും അതിന്റെ. അതായത് ഇത് സ്റ്റേഷനറി ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു എ പ്ലേസ്. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ കാര്യം മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് കറങ്ങുന്നത് ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കും. ഇതിന്റെ വെലോസിറ്റി ഭൂമിയുടെ അതേ വെലോസിറ്റി ആണ്. 24 മണിക്കൂറല്ലേ ഭൂമിയുടെ ഒരു റൊട്ടേഷന്റെ സമയം? 24 മണിക്കൂറാണ് ഇതും 1 റൊട്ടേഷൻ എടുക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ മുകളിൽ വിട്ട ഇത് എവിടെ തന്നെ നിന്നോളും? ഇന്ത്യയുടെ മുകളിൽ തന്നെ സ്ഥിരമായിട്ട് നിന്നോളും. കോൺസ്റ്റന്റ് ടൈമില്, കോൺസ്റ്റന്റ് സ്പീഡില്, കോൺസ്റ്റന്റ് ഹൈറ്റില് അറൗണ്ട് 35,940 കിലോമീറ്റർ ഹൈറ്റില്. പോളാറിനേക്കാളും താഴെയാണ് വിടുന്നത് ഇത് ജിയോ സ്റ്റേഷനറി. അപ്പൊ നമ്മൾ അങ്ങനെ ഒരെണ്ണം വിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇങ്ങനെയാണ്. മറ്റൊരു രാജ്യം അവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നടുത്തൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രാദേശികമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്റ്റേഷനറി ആയി ഒരു സ്ഥലത്തിന്റെ മുകളിൽ ഫിക്സഡ് ആയി നിന്നുകൊണ്ട് നമുക്ക്
സ്പേസിൽ. ആക്ച്വലി ഇറ്റ് ഈസ് സ്റ്റേഷനറി ഇൻ സ്പേസ് എന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റേഷനറി ഇൻ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു എർത്ത്. അപ്പൊ എല്ലാ സെന്റൻസും അതിനകത്തായി അല്ലേ? സ്പേസില് എർത്തിനെ അപേക്ഷിച്ച് സ്റ്റേഷനറി ആയിട്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം ഇന്ത്യക്കാർ എൻ്റെ ആസിന് വിട്ട ഇന്ത്യയുടെ മുകളിൽ നിൽക്കും, അമേരിക്കക്കാർ വിട്ട. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മിനിഞ്ഞാന്നോ ഇന്നലെ എങ്ങാണ്ട് ഒരെണ്ണം നമ്മൾ വിട്ടായിരുന്നു, അതിനകത്ത് ബ്രസീലുകാരുടെ ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഓർബിറ്റിൽ കൊണ്ട് അതിടും, അവരുടെ അവിടെ വെച്ച് അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഏതാണെങ്കിൽ ജിയോ സ്റ്റേഷനറി ഓർ ജിയോ സിങ്ക്രോണസ് ആണെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഈ സാറ്റലൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്? അത് എങ്ങനെയാണ് കറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാം. ഇവിടെ കണ്ടോ, നിങ്ങളൊരു പടം കണ്ടോ? ഭൂമിയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാവോ? അതിനകത്ത് കണ്ടോ, മുകളിലും താഴെയല്ലേ നോർത്ത് പോള്? ഇതാണ് നോർത്ത് പോൾ അല്ലേ? ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ നോർത്ത് പോൾ സൗത്ത് പോളിലൂടെ ഇങ്ങനെ കറങ്ങുന്നതാ ഈ സാറ്റലൈറ്റ്. ഇതാണ് ഏത്? പോളാർ സാറ്റലൈറ്റ്. ഇനി ഇത് ഇങ്ങനെ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇവിടെ വെച്ചാൽ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ജിയോ സ്റ്റേഷനറി ഓർ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്. ഓക്കെ, പലതരമുണ്ട്. കണ്ടോ, ഏകദേശം 35,700 ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ജിയോ ഇക്വേറ്ററിലെ കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ പോളിലൂടെ അല്ല കറങ്ങുന്നത്, ഇക്വേറ്ററിന് പാരലായിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ല, അവിടെ ഇരിക്കില്ലേ. ഒന്ന് പോളിലൂടെയാണ്, മറ്റത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് ഏകദേശം വരും. അത് ഇക്വറ്റോറിയൽ ലൈനിന്റെ, ഭൂമിയുടെ ഇക്വറ്റോറിയൽ ലൈനിന്റെ മുകളിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ? ഗുഡ്. എന്നാ അത് വരച്ചെഴുതിയെടുക്കാവോ? രണ്ടായിട്ട് എഴുതണം. ഹെഡിങ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ് ഇത് അല്ലേ? നമ്മൾ ഭൂമിയിൽ നിന്ന് വിടുന്നതല്ലേ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വിടുന്നതാണ്. സോ സാറ്റലൈറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ നമുക്ക് ചന്ദ്രനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. അതിൽ ഒന്നാമത്താണ് പോളാർ സാറ്റലൈറ്റ്, രണ്ടാമത്താണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇതിനകത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ എനർജി ഓഫ് ദി സാറ്റലൈറ്റ്? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു സാറ്റലൈറ്റിന്റെ എനർജി എത്രയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നമ്മളുടെ എർത്താണ്. എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റൽ പാത്ത് ഉണ്ട്. ഈ ഓർബിറ്റൽ പാത്തിലൂടെ നമ്മുടെ ഒരു പ്ലാനറ്റ്, നമ്മൾ ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, പ്ലാനറ്റിലെ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതിന്റെ മാസിനെ ക്യാപിറ്റൽ എം എടുക്കാലോ, ഇതിനെ ചെറിയ എം എന്ന് എടുക്കാം. ഈ ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് വിളിച്ച ഇതിന്റെ റേഡിയസ് ആവും അല്ലേ? ആർ പ്ലസ് എച്ച് വരികയല്ലേ, ഒരു ഉയരവും കൂടെ ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തില്ലേ? ജി ഭൂമിയുടെ മുകളിലേക്ക് പോയപ്പം ജി റേഡിയസ് ആണെങ്കിൽ അത് കൂടുതലാണെങ്കിൽ ആർ പ്ലസ് എച്ച് അല്ലെങ്കിൽ ആർ മൈനസ് എച്ച് എന്നൊക്കെ എടുത്തില്ലേ? ആർ മൈനസ് ഡി എന്ന് എടുത്ത്. അപ്പം ഇപ്പൊ നമ്മൾ ഭൂമിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ മാസ് ഓഫ് ദ എർത്ത് ക്യാപിറ്റൽ, നന്നായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച്. മാസ് ഓഫ് അവർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ. ഇത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? ആർ പ്ലസ് എച്ച്. സംശയമൊന്നുമില്ലല്ലോ? എന്നാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നോക്കി പറഞ്ഞ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ വി എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ പഠിപ്പിച്ചായിരുന്നു. മൈനസ് ജി എം ബൈ ആർ പ്ലസ് എച്ച്. മൈനസ് ജി എം ബൈ ആർ എന്നാ പഠിച്ചത്. ഇവിടെ ഹൈറ്റ് കൂടുതൽ വന്ന കാരണം മൈനസ് ജി എം ബൈ ആറിന് പകരം മൈനസ് ജി എം ബൈ ആർ പ്ലസ് എച്ച് എന്ന് എടുത്ത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്. ഓക്കെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇതാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ അന്ന് പഠിപ്പിച്ചില്ലായിരുന്നു. അത് റെപ്രസെന്റ് ചെയ്യുന്നത് യു കൊണ്ടാണ്. അതായത് ഇങ്ങനെയാണ്, മൈനസ് ജി ഇൻറ്റു ഭൂമിയുടെ മാസ് ഇൻറ്റു നമ്മൾ വലിച്ചു പിടിക്കുന്ന സാറ്റലൈറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. മുകളിൽ ഒരു എമ്മും താഴെ ഒരു ആറും കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് ഓർത്താൽ മതി. ഓക്കെ. അതായത് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അങ്ങനെ നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതും ചെയ്തു തന്നായിരുന്നു ഞാൻ. ചെയ്തു തന്നായിരുന്നോ? അത് വെച്ചാണ് നമ്മൾ ജി എം ബൈ ആർ തെളിയിച്ചത്. ഓർക്കുന്നുണ്ടോ? വി ജി ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരെണ്ണം തെളിയിച്ചായിരുന്നു. എം എന്ന് പറയണ ഒരു മാസിനെ കൊണ്ടുവരുവാണെങ്കിൽ അല്ലേ. അപ്പൊ മൈനസ് ജി എം ബൈ ആർ. അവിടെ ഒരു ജി എം ബൈ ആർ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യലും കൊണ്ടുവരുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ താഴെ ആർ സ്ക്വയർ ആകും. ഒന്ന് ഓർത്തോണം കേട്ടോ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ. ഒന്ന് ഓർത്തേക്കാവോ? മുമ്പേ അന്ന് എഴുതിയതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക്. താഴെ യു ചെയ്തപ്പം ഞാൻ എം എം ബൈ ആറിനെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറോടെ വേണം. വേണേ അവിടെ ഒന്ന് തിരുത്തിയാക്കണം. ഓർത്തോണം കേട്ടോ, കളയല്. അപ്പൊ നമുക്ക് യു കിട്ടി, മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും നമ്മളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സും സെയിം ആകുമ്പോഴാണ് ഈ സാറ്റലൈറ്റ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്. അല്ലെ തെറിച്ചു പോകും പുറത്തോട്ട്, അല്ലെ അകത്തേക്ക് വലിച്ചു വീഴും. ശരിയല്ലേ? അപ്പം മഞ്ഞയാണ്. നമ്മളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? അകത്തേക്കുള്ള വലിവിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് തുല്യമാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ഇവിടുത്തെ ഉയരം എത്രയാണ്? ആർ പ്ലസ് എച്ച്. അതും ഇപ്പൊ എഴുതിയ പൊട്ടൻഷ്യൽ എനർജി ജി എം എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇവിടെ ഞാൻ നെഗറ്റീവ് എടുത്തില്ല കേട്ടോ. only consider the value. മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കാവുള്ളൂ. ഉത്തരം ചെയ്ത് വരുമ്പോൾ ആൻസറിൽ ഒരു നെഗറ്റീവ് കിട്ടും. അതിന്റെ കാരണം അവിടെ പറയേണ്ടതാണ്. സ്കൂളുകളിൽ ചെയ്ത പോലെയല്ല. വി ജസ്റ്റ് ടേക്ക് ദ മാഗ്നിറ്റ്യൂഡ്. ബിക്കോസ് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നെഗറ്റീവ് കളഞ്ഞത്. അങ്ങനെയൊക്കെ വേറെ കാര്യങ്ങളിലൊക്കെ പറയാം. ഇനി ഇതിനെ കൈനറ്റിക് എനർജി ആക്കാൻ എന്നാ ചെയ്യണം? ഹാഫ് എം വി സ്ക്വയർ നിർത്തിയാൽ പോരെ. അതാകുമ്പോൾ കൈനറ്റിക് എനർജി. ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. അപ്പൊ എം വി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഹാഫ് എം വി സ്ക്വയർ കിട്ടാൻ വേണ്ടി ഒരു ഹാഫ് കൊണ്ട് അപ്പുറം ഇപ്പുറം ഗുണിക്കാം. ഹാഫ് എം വി സ്ക്വയർ ഈസ് ക്യാപിറ്റൽ എം. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം എം ബൈ താഴെ ഒരു ഹാഫ് വരും 2 ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഇതാണ് കൈനറ്റിക് എനർജി അല്ലേ? അപ്പൊ എന്നാ പ്രശ്നം എന്നറിയാവൂടോ? പൊട്ടൻഷ്യൽ എനർജിക്ക് ആർ സ്ക്വയർ ഇല്ല. മനസ്സിലായോ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ അന്ന് എഴുതിയത്. മൈനസ് ജി എം എം ബൈ ആർ എന്നല്ലേ എഴുതിയേ, രണ്ടാമത് വരുന്ന മാസോടെ ചേർത്ത്. അങ്ങനെ വരുവുള്ളൂ. എന്നാന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ ഈ ടേം ആയിട്ട് അത് മാച്ച് ആവൂല. പറഞ്ഞുതരാം, ചെയ്ത് മനസ്സിലാവും. സോ ഇവിടെ കിട്ടിയ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ? അപ്പൊ അതിന് ഒന്നൊന്നും ഇതിനെ രണ്ടെന്നും എടുക്കും. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാകും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. രണ്ടും കൂടെ കൂട്ടി വയ്ക്കേ.
അതെന്നാ ചെയ്തതെന്ന് ചോദിച്ചാല് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഒരു സെക്കൻഡ് ഞാൻ ശ്രദ്ധിച്ചോട്ടെ, -GMM/R -GMM/R ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടപ്പോൾ -GMM/R. അപ്പൊ നമ്മളിവിടെ എങ്ങനെ സ്ക്വയർ ഇട്ട് എഴുതും? ഒരു പ്രശ്നം വരികയല്ലേ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു -GMM/GM/R. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇത്. ഓക്കെ, ഒരു തെറ്റുമില്ല, അന്ന് ചെയ്തു തന്ന പൊട്ടൻഷ്യൽ എനർജി ഇതാണ്. അടിയിൽ R² ഞാൻ ഇട്ടുമില്ലായിരുന്നു, അത് തന്നെയാണ് ഇവിടെ എഴുതിയത്. ഇത് രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? മറ്റേ ഫോഴ്സിന്റെ ഇക്വേഷനാ. ഇതിനെ ആ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇക്വേഷൻ? GMM/R². ഈ അകത്തോട്ടുള്ള ഫോഴ്സും പുറത്തോട്ടുള്ള ഫോഴ്സും തുല്യമാകുമ്പം ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് അത്. ഓക്കെ, ഫോഴ്സിന്റെ ഏറ്റവും ആദ്യം പഠിച്ച ഇക്വേഷൻ എന്നാ? GMM/R² അല്ലേ? അതിനകത്താണ് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതെന്ന് പറയുമ്പോ അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണെന്ന് പറയുന്നതിനകത്താണ് ചെയ്തെടുത്തത്. ഞാൻ ഓർക്കുന്നു ഇതെങ്ങനെ അങ്ങനെ പോട്ടെ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എത്രയാ ഇവിടെ? -GMM/R+H പ്ലസ് കൈനറ്റിക് എനർജി എത്ര കിട്ടിയേ? GMM/2R+H. 1 - അര അല്ലേ? അല്ലെങ്കിൽ അര -1. അര -1 എന്ന് പറഞ്ഞാല് എങ്ങനെ വരും? 1 - 2/2. മൈനസ് അര വരും അല്ലേ? 1 - 2 എന്ന് പറയുമ്പോൾ മൈനസ് വരും, മൈനസ് അര. അപ്പൊ -GMM/R+H. That is the total energy of a satellite revolving around our earth. അല്ലെ, ഏതെങ്കിലും ഒരെണ്ണത്തിന് ചുറ്റും കറങ്ങുമ്പം ജിയുടെ വാല്യൂ കൊടുക്കുക, മാസ് ഓഫ് ദ എർത്ത്, മാസ് ഓഫ് ദ പ്ലാനറ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് പ്ലസ് ഹൈറ്റ് എത്രയുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്തു വന്നപ്പോ ഒരു നെഗറ്റീവ് സൈൻ വന്നല്ലേ? കണ്ടോടെ, ഇവിടെ ശരിക്കും നെഗറ്റീവ് സൈൻ ഇല്ല. അപ്പം എഫിന്റെ ഇക്വേഷനിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നോ? എഫിന്റെ ഇക്വേഷനിൽ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എടുക്കാഞ്ഞത്. ഇവിടെ നെഗറ്റീവ് സൈൻ വന്നു. അതെന്താ കാരണം? എന്നായിരിക്കും? ആക്ച്വലി ദിസ് എനർജി ഓർ ദിസ് സിസ്റ്റം ഈസ് ബൗണ്ട് ടു ദ എർത്ത് അല്ലേ? ഇത് ഈ ഭൂമിയിലേക്ക് ബൗണ്ട് ചെയ്ത് പിടിച്ചിരിക്കുമല്ലേ? എപ്പോഴെങ്കിലും ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ പോലും പോയി കഴിഞ്ഞാൽ എന്നാ പറ്റും? അതായത് ഇതിന് മാഗ്നിറ്റ്യൂഡ് ഇതാണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ, ഇതൊരു ബൗണ്ട് സിസ്റ്റം ആണ്. ബൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? ആ എനർജി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ദ ടോട്ടൽ എനർജി ഈസ് എ നെഗറ്റീവ് ടേം, or it says that the system is bound to earth. അതാണ് ആ നെഗറ്റീവ് സൈൻ ചോദിക്കുന്നത്. അപ്പം ടോട്ടൽ എനർജി ഒരു സാറ്റലൈറ്റിന്റെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? ദാറ്റ് സാറ്റലൈറ്റ് ഓർ ഇറ്റ്സ് എനർജി ഈസ് ബൗണ്ട് ടു എർത്ത്. ദെൻ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ക്ലാരിഫിക്കേഷൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് ഇത് വന്നതെന്നുള്ളത്? GMM/R² എന്ന് പറഞ്ഞ ഇത് ഫോഴ്സ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ? തെറ്റില്ലല്ലോ? പൊട്ടൻഷ്യൽ എനർജിക്ക് രണ്ടാമത് വരുന്ന എം കൊണ്ട് ഗുണിച്ചാൽ മതി, താഴെ R² ഇല്ല. V = -GM/R. പൊട്ടൻഷ്യൽ എനർജി ആണ് -GM, വരുന്ന മാസ് ഡിവൈഡ് ബൈ R. F GM1m2/R². എഴുതിയെടുക്കാവോ? അല്ലെ ഒരു കാര്യം ചെയ്യാം, നാളെ കഴിഞ്ഞ് നടത്താം.
ഇങ്ങനെ പറഞ്ഞു ഞാൻ നടത്തുകയില്ല. അതെന്നാന്ന് ചോദിച്ചാലേ, നാളെ നടത്താന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊന്ന് വായിക്കണമെങ്കിലോ ലിങ്കുകളൊക്കെ ഒന്ന് കാണണമെങ്കിലോ ഒരു ദിവസം വേണ്ടി വരുമോ? അതോ കയ്യിലുള്ള നോട്ട് വെച്ച് എഴുതിക്കോളുവോ? പറ പെട്ടെന്ന് പറ. സോ അടുത്തത് കെപ്ലേഴ്സ് ലോയാണ്. ഫസ്റ്റ് ലോ ഇതാണ്. പടം കാണാവോ? അത് ഈ പടം കണ്ട് മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. പടം കാണത്തില്ല? അയ്യോ, ഞാൻ ഷെയർ ചെയ്തില്ല. സോറി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഒരു മിനിറ്റ് ഒന്ന് വലിച്ചു മാറ്റി വെക്കട്ടെ. ഇപ്പൊ കാണത്തില്ലേ? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ കാണാടോ? ഇപ്പൊ വരും. താൻ ഇച്ചിരിയോടെ ക്ഷമിക്കും. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, അതായത് ഇങ്ങനെയാണ് പറയണത്. ഒരു കൃത്യമായ പ്ലാനറ്റ് ഇതല്ല. ഈ പടം നോക്കിയേ, ഇതിന്റെ ഷേപ്പ് എന്നാണ്? എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ലേ? അതിന്റെ ഒരു എലിപ്സിന് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. രണ്ട് കുത്തില. ഓക്കെ, ഒരു എലിപ്സിന് എത്ര ഫോക്കസ് ഉണ്ട്? നിങ്ങൾ മാത്സിൽ പഠിച്ചതായിരിക്കും. രണ്ട് ഫോക്കസ് ഉണ്ട്. അതിൽ ഒരു ഫോക്കസിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. ആ ഒരു ഫോക്കസിൽ നിൽക്കുന്ന സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും പ്ലാനറ്റ് കറങ്ങുന്നത്. മനസ്സിലായോ? കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ എഴുതിയെടുത്തേ. എവരി പ്ലാനറ്റ്സ് revolves around the sun in an elliptical orbit with the sun at one of its foci. FOCI, focus in the plural. With the sun is at one of its foci. സൺ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിൽ സ്ഥിതി ചെയ്യും. നിങ്ങളിപ്പം കേട്ടുണ്ടായിരിക്കും എലിപ്റ്റിക്കലിന് മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. നീളം കൂടിയതാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസിലാണ് നമ്മൾ ഈ പറഞ്ഞ ഫോക്കസ് വരുന്നത്. അതിലൊരു പോയിന്റിലായിരിക്കും സൺ നിൽക്കുന്നത്. അങ്ങനെയുള്ള എലിപ്റ്റിക്കൽ പാത്താണ് ഓർബിറ്റ്. ആ ഓർബിറ്റിലൂടെയാണ് സണ്ണിലുണ്ട് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത്. സോ കെപ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വളരെ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായി കണ്ടുപിടിച്ച 3 ലോയിലെ ഫസ്റ്റ് വൺ ആണ്. പറഞ്ഞ കാർത്തി, എവരി പ്ലാനറ്റ്സ് അത് എഴുതിയതാണേലും അല്ലെങ്കിലും പറയാലോ. എവരി പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് ആൻഡ് സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കസ്. എങ്ങനെ വേണമെങ്കിലും പറയാം. സൺ ഫോക്കസിലാന്ന് പറയണം, എലിപ്റ്റിക്കൽ പാത്തിലാ കറങ്ങുന്നതെന്നും പറയണം. മനസ്സിലായില്ലേ? സെക്കൻഡ്, the area swept by എന്ന് പറഞ്ഞാൽ കറങ്ങുന്നതിന്റെ ഫലമായി, സെപ്റ്റ് എന്ന് പറഞ്ഞാൽ തൂക്കുക എന്നൊക്കെ ഉള്ള പോലെ, ഏരിയ സെപ്റ്റ് ബൈ എഴുതിയ ഈച്ച് സാറ്റലൈറ്റ് in an equal interval of time is a constant.
അങ്ങനെയെങ്കിൽ ഈ പടം നോക്കിയേ, ഈ പടം വരച്ചെടുക്കണം. ഇവിടെ ദൂരം കൂടിയെടുത്ത് ചെല്ലുമ്പലേ കുറച്ച് ദൂരം കറങ്ങിയാൽ പോരാ, എന്നാ വെച്ചാൽ ഇത്രയും നീളത്തിൽ ഏരിയ വരും അല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പം കുറച്ച് ഏരിയ ഇവിടെ കറങ്ങിയാൽ മതിയായതുകൊണ്ട് ഇവിടെ പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് സ്പീഡ് കുറഞ്ഞായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പക്ഷെ ഇത്രയും ഈ നീല നിറത്തിലുള്ള ഏരിയ ഇവിടെ കറങ്ങണമെങ്കിൽ ഈ സൂര്യൻ ഇരിക്കുന്നതിനോട് തൊട്ടടുത്ത് ചേർന്ന എലിപ്റ്റിക്കൽ പാത്തിന്റെ അവിടെ പ്ലാനറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. വേറൊരു രീതിയിൽ എഴുതാം, എന്താ, ഏരിയൽ വെലോസിറ്റി സെപ്റ്റ് ബൈ ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ടു ദ സൺ ഈസ് എ കോൺസ്റ്റന്റ്. ആ A1 A2 എന്ന് പറയുന്ന ഏരിയൽ വെലോസിറ്റി അല്ലെ ഏരിയ. The area sept by the line joining the planet to the sun is a constant in equal interval of time. അതോടെ എഴുതണോ? The area sept by SWEPT. The area sept by the line joining to the planet. The line joining to ഇല്ല കേട്ടോ, the line joining the planet to the sun. ഇവിടെ ഇങ്ങനെ ഏരിയയുടെ ഇങ്ങനത്തെ വരാം. Line joining the planet to the sun is a constant in equal interval of time. Is a constant in equal interval of time. അപ്പം കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോയും ആയല്ലോ. ഇനി കെപ്ലേഴ്സിന്റെ തേർഡ് ലോ. അയ്യോ അതൊന്നും വേണ്ട, അത്രയും വലുതൊന്നും വേണ്ട. എഴുതിയ ക്യാപിറ്റൽ ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ക്യാപിറ്റൽ എന്നാ എഴുതിയേ? ക്യാപിറ്റൽ ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ടി എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്നാ? ടൈം പീരിയഡ്. ടി ആണ് സമയം. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ സമയം, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ്. സോ ദ ടൈം പീരിയഡ്, സ്ക്വയർ ഓഫ് ദ ടൈം പീരിയഡ് ഓഫ് ദ പ്ലാനറ്റ് rotating around the sun is directly proportional to the cube of the semi-major axis of the elliptical orbit. പറഞ്ഞുതരാം. ബോർഡ് കാണത്തില്ലേ? ഇതാണ് നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എങ്കിൽ ഇതൊരു ഫോക്കസ്, ഇതൊരു ഫോക്കസ്. ഇതാണ് മേജർ ആക്സിസ്. അപ്പൊ അതിന്റെ പകുതി ഇത് ഇത്ര. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്നാ പറഞ്ഞേ? ഈ മൈനർ ആക്സിസിന്റെ റേഡിയസ് ആണ്, ഇതാ ഇത്രയും വാല്യൂ. സോ ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് വരച്ച ഇതങ്ങ് വരച്ചിട്ടാ മതി. ഇവിടെ സണ്ണിനെയും കൂടെ വരച്ചാൽ മതി. രണ്ടാമത്തതും വേണം ഇതുപോലെ തന്നെ പടം കൊണ്ട് വരയ്ക്കാം. സണ്ണിനെ ഒരെണ്ണം വരയ്ക്കുക, എലിപ്സ് വരയ്ക്കുക, ഇങ്ങോട്ട് കുറച്ച് ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഇങ്ങോട്ട് പക്ഷെ കൂടുതൽ ഏരിയ സെറ്റ് ചെയ്യണം. ഇതാണ് സെക്കൻഡ് ലോ. ഇതാണ് തേർഡ് ലോ. ഫസ്റ്റ് ലോ ഒന്നുമില്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫോക്കസിലായിരിക്കും സൺ നിൽക്കുന്നത്. പ്ലാനറ്റ് അതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും. പറയാവോ എല്ലാ ലോയും കൂടെ? ഞാൻ ഒന്നുകൂടെ ഒരുമിച്ച് പറയാം. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാലാണ് the planets are revolving around the sun in an elliptical orbit in which the sun situated at one of its foci. രണ്ടാമത്തെ, the area swept by the planet in equal interval of time is a constant.
അപ്പം എലിപ്റ്റിക്കൽ പാത്തില് സൂര്യനോട് അടുത്തുള്ള സ്ഥലത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും, സൂര്യനോട് അങ്ങ് അകന്നുള്ള സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും. മൂന്നാമത്തെയാണ് ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആർ ക്യൂ, വെയർ ആർ എന്ന് പറയുന്ന മേജർ ആക്സിസിന്റെ അല്ല മൈനർ ആക്സിസിന്റെ റേഡിയസ് ആണ്, അല്ലെ സെമി മേജർ ആക്സിസ്. അയ്യോ, ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് എന്നല്ലേ ഞാൻ പറഞ്ഞേ? സോറി സെമി മേജർ എന്ന് പറയുമ്പോ ഏത് തന്നെയായിരിക്കും? ഇത് ഇപ്പൊ മൊത്തം തെറ്റിയല്ല. ഇതല്ലേ മേജർ ആക്സിസ്? അത് സെമി മേജർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം. സെമി മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മൈനർ ആക്സിസ് കയറി പറഞ്ഞു ഓർത്തെ. ഇത് മൈനർ ആക്സിസ് കേട്ടോ, അതല്ല കേട്ടോ. മേജർ ആക്സിസിന്റെ പകുതി എഴുതിക്കേ. ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഗ്രാവിറ്റേഷൻ.